നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സാഹിത്യ സൃഷ്ടി തന്നെ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. എപ്പോൾ ചൊല്ലിയാലും കണ്ണ് നനയിപ്പിക്കുന്ന ഒരു താരാട്ട്. അതാണ് ഈ കവിത ഇന്ന് ഞാൻ എടുക്കാനായിട്ടുള്ള ഒരു കാരണം. ഈ 15-ാം തീയതി, മാർച്ച് 15-ാം തീയതി എന്തോ മാതൃദിനം അങ്ങനെയൊക്കെ പറയണ്ടല്ലോ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ ഒരു കൂട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരമ്മയുടെ തൻ്റെ കുഞ്ഞിനെ അങ്ങ് അടുത്തു നിന്ന് മാറുമ്പോൾ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായിട്ട് നിൽക്കുന്ന ഒരമ്മയുടെ വികാരങ്ങളാണ് ഈ കവിതയിൽ. ഈ കവിത എഴുതിയിട്ടുള്ളത് ശബരിമലയിൽ ഗുരുവായൂരിൽ 2 പ്രാവശ്യം മേൽശാന്തിയായി നറുക്കെടുപ്പിലൂടെ വിജയിച്ച് ആ പവിത്രമായ കർമ്മം വളരെ സുസ്ഥിരമായി നിറവേറ്റിയ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ്. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമുണ്ട്. വല്ലപ്പോഴുമൊക്കെ ഫോൺ വഴി ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട്. അദ്ദേഹം എഴുതിയ ഈ കീർത്തനം അത് ദേവകിയുടെ താരാട്ട്. ഉണ്ണികൃഷ്ണൻ ജനിച്ച കാരാഗ്രഹത്തിനാണല്ലോ കണ്ണൻ ജനിച്ചത്. ജനിച്ച് ഏതാനും നിമിഷം കഴിയുമ്പോഴേക്കും വസുദേവർ സ്വപ്നത്തിൽ വന്ന് മഹാവിഷ്ണു വന്നിട്ട് പ്രസവിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി മാറ്റണം, അമ്പാടിയിൽ യശോദമ്മയുടെ അടുത്ത് കൊണ്ടുപോയി കിടത്തണം, അവിടെ പിറന്ന ആ മായയെ, ഉണ്ണിമായയെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തണം എന്ന് ദർശനം നൽകി പറയേണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രസവിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ വേണ്ടി കൈനീട്ടുകയാണ് വസുദേവർ. ദേവകി, അവനെ എടുത്തു തരൂ, ആ കുഞ്ഞിനെ, നീ ഇപ്പോൾ പ്രസവിച്ച കുഞ്ഞിനെ എനിക്ക് എടുത്തു തരൂ, ഞാനിവനെ രക്ഷിക്കാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിക്കട്ടെ, ഞാൻ കൊണ്ടുപോട്ടെ, അവനെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകട്ടെ. 7 കംസൻ ഇത് അറിഞ്ഞാൽ ഇപ്പം വരും. എൻ്റെ ഏട്ടന്മാരായി ജനിച്ച 6-7 പേർക്കുണ്ടായ അനുഭവം നമ്മൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് കുഞ്ഞിനെ ഇങ്ങ് തരൂ എന്ന് പറഞ്ഞ് കൈ നീട്ടി നീക്കുന്ന വസുദേവർക്ക് ദേവകി താൻ അപ്പോൾ പെറ്റുവീണ തൻ്റെ കുഞ്ഞിനെ അങ്ങ് കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന സമയത്തുള്ള ദേവകിയുടെ ആ തൻ്റെ സങ്കടമാണോ കുഞ്ഞിനെ രക്ഷിക്കാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുന്നത്? ഒരിക്കലുമില്ല. പക്ഷേ കുഞ്ഞിനെ പ്രസവിച്ച് വീണ ഉടനെ ഒന്ന് ഓമനിക്കാനോ, ഒരു ഉമ്മ വയ്ക്കാനോ, ഒന്ന് മുലപ്പാൽ കൂട്ടാനോ ഒന്നിനും സാധിക്കാതെ, ഒന്ന് താലൂലിക്കാനോ ഒന്നും സാധിക്കാതെ കുഞ്ഞിനെ അങ്ങ് കൈമാറേണ്ടി വരുന്നത് അത് ഒരു സന്തോഷമാണോ? അതുമല്ല. അപ്പോഴെന്താണ് അമ്മയുടെ മനസ്സിലെ ആ വികാരങ്ങൾ? അതാണ് ഈ കവിതയിലൂടെ, ഈ കീർത്തനത്തിലൂടെ പറയുന്നത്. എനിക്ക് അറിയാവുന്ന വിധത്തിൽ പൂജ്യനായ ശ്രീഹരി തിരുമേനിയുടെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ഈ കീർത്തനം എനിക്കറിയാവുന്ന വിധത്തിൽ ഞാനൊന്ന് പാടും. കൃഷ്ണ ഹരി ജയ, കൃഷ്ണ ഹരി ജയ, കൃഷ്ണ ഹരി ജയ, കൃഷ്ണ ഹരി. ഇന്നീ നിശയേറെ പുണ്യമായി ഇന്നെൻ്റെ പ്രാർത്ഥന സത്യമായി, ഇന്നെൻ്റെ ജീവിതം ധന്യമായി, ഹിന്ദു വംശത്തിൽ നീ ജാതനായി. എത്രയോ പുത്രന്മാർ പോയി മറഞ്ഞു, എത്രയോ കണ്ണുനീർ ഞാൻ പൊഴിച്ചു, ഇന്നെൻ്റെ മാനസം തൊട്ടിലാക്കി ആനന്ദ പൂമുത്തേ നീയുറങ്ങൂ. കാരാഗ്രഹത്തിലെ കൂരിരുട്ടിൽ കത്തുന്ന ജ്യോതിയായി നീയുദിച്ചു, കണ്ണീർ തുടച്ചു ഞാൻ
പാടിയിടുന്നു കാരുണ്യപ്പൂമൂർത്തി നീയുറങ്ങൂ. അച്ഛനോടൊപ്പം നീ പോയിടേണം അമ്പാടി കണ്ണനായി മാറിയിടേണം. അച്ഛനോടൊപ്പം നീ പോയിടേണം അമ്പാടി കണ്ണനായി മാറിയിടേണം. അമ്മ തൻ കൺകൾ നിറയുകില്ല അമ്മ തൻ കണ്ണുകൾ നിറയുകില്ല. കണ്ണാ കണ്ണാ നിനക്കായി കാത്തിരിക്കും. സച്ചിദാനന്ദമാം നിന്റെ രൂപം മാറോടു ചേർത്തു ഞാൻ പാടിയിടുന്നു. മാധവ മോഹന വാസുദേവ മാധവ മോഹന വാസുദേവ ആനന്ദക്കുട്ടനേ ആനന്ദക്കുട്ടനേ നീയുറങ്ങൂ. കണ്ണും തുറന്നു കിടപ്പതെന്തേ കണ്ണും തുറന്നു കിടപ്പതെന്തേ സുന്ദര കണ്ണനേ നീയുറങ്ങൂ. അമ്മ തൻ നെഞ്ചിലെ സ്നേഹാമൃതം അമ്മ തൻ നെഞ്ചിലെ സ്നേഹാമൃതം ആവോളമുണ്ടു നീ ചായുറങ്ങൂ. ആവോളമുണ്ടു നീ ചായുറങ്ങൂ. പക്ഷേ ഗുരുവായൂരപ്പ ഈ താരാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആകുന്നതും അമ്മയുടെ ദേവകി അമ്മയുടെ വികാരത്തെ നമ്മൾ മാനിക്കുക. എല്ലാവർക്കും നന്ദി.